ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതി. മടിവാളിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരാതി സ്വീകരിക്കാനോ മെഡിക്കൽ പരിശോധനയ്ക്കോ കർണാടക പോലീസ് തുടക്കത്തിൽ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. പിന്നീട് പെൺകുട്ടി DCPയെ കണ്ട് DCP ഇടപെട്ടതോടെയാണ് കേസ് പേരിന് പോലീസ് ഒരു കേസ് പോലും എടുത്തത്. നീയാണ് കഴിച്ചാരെങ്കിലേ നീ വലിയ പടച്ചുവല്ല, പക്ഷേ പുറത്തു വന്നല്ലേ. സുഹൃത്തുക്കൾ നടത്തുന്ന കഫേയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന 20കാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം. കഫേ തുടങ്ങാൻ സഹായിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് പരാതി. ഈ മാസം 12-നാണ് സംഭവം. കഫേ നഷ്ടമായതോടെ വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഹൈനസ് ഇവരോടൊപ്പം കൂടി. റൂമിലേക്ക് ഹൈനസ് എന്ന് പറഞ്ഞ വ്യക്തി വരികയും അവർ തമ്മിലുള്ള സംസാരം നടക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു വയ്യായിക്ക് വന്ന് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് അതിനെ തുറന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ടർ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഹൈനസ് എന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും. മടിവാള സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും പരാതിയുണ്ട്. പെൺകുട്ടിയുടെ പരാതി സ്വീകരിക്കാനോ വൈദ്യപരിശോധന നടത്താനോ പോലീസ് തയ്യാറായില്ല. മെഡിക്കൽ എടുക്കാൻ തയ്യാറാണ്, FIR ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ എടുക്കാൻ എന്നെ ശ്രമിച്ചിരുന്നില്ല. ഈ ത്രട്ടണിങ്ങും കാര്യങ്ങളും എനിക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഹൈനസിന്റെ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിച്ചു. ഹൈനസും ഗുണ്ടകളും ചേർന്ന് പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും വീട് കയറി ആക്രമിച്ചു. നീയാണ് കഴിച്ചാരെങ്കിലേ നീ വലിയ പടച്ചുവല്ല, പക്ഷേ പുറത്തു വന്നല്ലേ. സംഭവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ലെന്നും ഗുണ്ടകളുടെ ഭീഷണിയിൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.